ശബരിമല പാതയിൽ അട്ടിവളവിൽ തീർത്ഥാടകരുടെ വാഹനം അപകടത്തിൽപ്പെട്ടു. കർണാടകയിൽ നിന്നുള്ള തീർത്ഥാടകരുടെ ബസ് അപകടത്തിൽപ്പെട്ടത് 30ഓളം തീർത്ഥാടകർക്ക് പരിക്കേറ്റിരിക്കുന്നു. ഒരു തീർത്ഥാടകന്റെ പരിക്ക് അതീവ ഗുരുതരമാണ്. സനോജ് സുരേന്ദ്രൻ വിവരങ്ങൾ നൽകാനുണ്ട്. സനോജ്, എപ്പോഴാണ് ഈ അപകടം ഉണ്ടായത്? എത്രത്തോളം ഈ അപകടത്തിന്റെ വ്യാപ്തി? അന്ന, ഇന്ന് പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. എരുമേലിയിൽ നിന്നും ശബരിമലയിലേക്ക് പോകുന്ന വഴി പമ്പാവാലിക്ക് സമീപം കണമല അട്ടിവളവിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. മുൻപും ഇതേ സ്ഥലങ്ങളിൽ നിരവധി അപകടം ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഭാഗമായി വലിയ ജാഗ്രതാ മുന്നറിയിപ്പുകൾ ഈ പ്രദേശത്തുണ്ട്. കുത്തിറക്കവും കൊടുംവളവുമാണ് ഇവിടെ പലപ്പോഴും അപകടത്തിന് വഴിവെക്കാറുള്ളത്. അതുതന്നെയാണ് ഇന്നും സംഭവിച്ചത്. കാരണം വളവ് തിരിയുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട മിനി വാൻ താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. ഈ വാഹനത്തിൽ 30ഓളം തീർത്ഥാടകരാണ് ഉണ്ടായിരുന്നത്. കർണാടകയിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘമാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ഈ അപകടത്തിൽ പരിക്കേറ്റ പലർക്കും ഗുരുതരമായ അവസ്ഥയുണ്ട്. ഇതിൽ ഒരു തീർത്ഥാടകന്റെ നില അതീവ ഗുരുതരമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ആദ്യം പരിക്കേറ്റവരെ എരുമേലിയിലെ സർക്കാർ ആശുപത്രിയിലും പിന്നീട് കാഞ്ഞിരപ്പള്ളി ജനറൽ ആശുപത്രിയിലും, ഗുരുതരമായി പരിക്കേറ്റ ഒരാളെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. വാഹനത്തിന്റെ നിയന്ത്രണം വിട്ടതാണ് അപകടത്തിലേക്ക് വഴിവെച്ചത്. ഒപ്പം തന്നെ പുലർച്ചെയായിരുന്നതുകൊണ്ട് തന്നെ ഈ അപകടം അതിരാവിലെ ആയിരുന്നു. ഇരുട്ട് ഒരു പ്രശ്നമായിട്ടുണ്ടോ? എന്താണ് അപകട കാരണമെന്ന് പ്രാഥമികമായി ഒരു നിഗമനത്തിലെത്താൻ കഴിയുന്നുണ്ടോ? ഈ അപകടത്തിൽ ഗുരുതരമായ പരിക്കേറ്റയാൾ കോട്ടയം മെഡിക്കൽ കോളേജിലാണല്ലോ. ആദ്യം സമീപത്തുള്ള ആശുപത്രിയിൽ എത്തിച്ചതിന് ശേഷം അതീവ ഗുരുതരമായതുകൊണ്ട് അങ്ങോട്ടേക്ക് മാറ്റിയതാണോ? തീർച്ചയായിട്ടും ഗുരുതരമായി തുടരുന്ന ഒരാളെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയത്. കുത്തിറക്കവും കൊടുംവളവുമാണ് ഇവിടുത്തെ അപകടത്തിന് വഴിവെക്കുന്നത്. അങ്ങനെ ഇറക്കം ഇറങ്ങി വരുന്നതിനിടയിൽ നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അപകടം സംഭവിക്കുമ്പോൾ അന്ന് സൂചിപ്പിച്ചതുപോലെ തന്നെ പുലർച്ചെയായിരുന്നതുകൊണ്ട് തീർത്ഥാടകരെല്ലാം ഉറക്കത്തിലായിരുന്നു. ആ ഉറക്കത്തിനിടയിലാണ് ഇത്തരത്തിൽ അപകടം സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഓടിക്കൂടിയ നാട്ടുകാർ ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി. പിന്നീട് ഫയർഫോഴ്സും പോലീസും സംഭവ സ്ഥലത്തെത്തി ആ പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. സനോജ്, ഡ്രൈവർക്ക് പരിക്കുണ്ടോ? അതിനെ സംബന്ധിച്ചുള്ള ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. ഇപ്പോൾ എന്തായാലും വാഹനത്തിലുണ്ടായിരുന്ന 30ഓളം പേരിൽ ഭൂരിപക്ഷം ആൾക്കും പരിക്കുണ്ട് എന്നതാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്ന വിവരം. 30ഓളം പേർ എന്നതാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന എല്ലാവർക്കും പരിക്കുണ്ട് എന്നതിലേക്ക് പോകേണ്ടതുണ്ടോ? അത്ര വലിയ ഒരു അപകടം സംഭവിച്ചു എന്നാണ് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പ്രകാരം. അപ്പാടെ മറിഞ്ഞു പോയിരിക്കുകയാണല്ലോ വാഹനം. തീർച്ചയായിട്ടും വാഹനം താഴ്ചയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അവിടെ ക്രാഷ് ബാരിയറുകൾ ഉണ്ടായിരുന്നു. ആ ക്രാഷ് ബാരിയർ ഇടിച്ചതിന് ശേഷമാണ് വാഹനം നിയന്ത്രണം വിട്ട താഴ്ചയിലേക്ക് മറിഞ്ഞത്. ആ ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപകടത്തിന്റെ വ്യാപ്തി കുറച്ചിട്ടുണ്ട്. അല്ലായിരുന്നെങ്കിൽ വലിയ താഴ്ചയിലേക്ക് വാഹനം പോകുന്ന സാഹചര്യം ഉണ്ടാകുമായിരുന്നു. അപകടത്തിന്റെ വ്യാപ്തി വളരെ വലുതാകുമായിരുന്നു. എന്തായാലും ക്രാഷ് ബാരിയർ ഇടിച്ച് വാഹനത്തിന്റെ വേഗത കുറഞ്ഞത് അപകടത്തിന്റെ വ്യാപ്തി തടയുന്നതിന് സഹായകരമായിട്ടുണ്ട്. എന്തായാലും നിരവധി പേർക്ക് പരിക്കുണ്ട്. പരിക്കേറ്റവരെല്ലാം ഇപ്പോൾ വിവിധ ആശുപത്രികളിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. എരുമേലിയിലും കാഞ്ഞിരപ്പള്ളിയിലും ഒപ്പം തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കുമാണ് മാറ്റിയിട്ടുള്ളത്. പുലർച്ചെയായിരുന്നു അപകടം സംഭവിച്ചത്. നിയന്ത്രണം വിട്ട പുലർച്ചെയാണ് അപകടം സംഭവിച്ചത്. അപ്പോ ഈ തിരക്കുള്ള സ്ഥലമാണോ? രക്ഷാപ്രവർത്തനത്തിന് അത് തടസ്സമായിട്ടുണ്ടോ? ആളുകൾ വളരെ വേഗം എത്തിയിട്ടുണ്ടോ അടുത്തേക്ക്? ആളുകൾ നിരവധി ആളുകൾ താമസിക്കുന്ന ഒരു പ്രദേശമാണ്. ഇവിടെ പലപ്പോഴും ഈ കണമല അട്ടിവളവ് എന്ന് പറയപ്പെടുന്നത് സ്ഥിരം അപകടവേദിയായ ഒരു ഇടമാണ്. അവിടെ പലപ്പോഴും വാഹനം അപകടത്തിൽപ്പെടുന്നത് പതിവ് സംഭവമാണ്. ഇപ്പോൾ പുതുതായി വരുന്ന ദൃശ്യങ്ങളിലടക്കം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. വാഹനത്തിന്റെ ബ്രേക്ക് പിടിച്ചതിനു ശേഷം ബ്രേക്ക് കിട്ടാതെ വരികയും ഈ വാഹനം ക്രാഷ് ബാരിയറിൽ ഇടിച്ചതിനു ശേഷം താഴ്ചയിലേക്ക് മറിയുകയുമായിരുന്നു എന്നുള്ളതാണ് അവിടെ നിന്നും ഇപ്പോൾ കൂടുതൽ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇപ്പോൾ രക്ഷാപ്രവർത്തനം നടത്തി വാഹനത്തിൽ ഉൾപ്പെട്ടിരുന്ന എല്ലാവരെയും ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ ഒരാളുടെ സ്ഥിതി മാത്രമാണ് ഗുരുതരാവസ്ഥയിലുള്ളത്. മറ്റുള്ള എല്ലാവരെയും സമീപ പ്രദേശങ്ങളിലെ ആശുപത്രിയിലേക്കാണ് മാറ്റിയിട്ടുള്ളത്. ഈ വാഹനം ക്രാഷ് ബാരിയറിൽ ഇടിച്ചതിന് ശേഷം തലകീഴായി താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു. അങ്ങനെയാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന ആൾക്ക് പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായത്. ക്രാഷ് ബാരിയർ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അപകടത്തിന്റെ തീവ്രത കുറയ്ക്കാൻ സഹായകരമായി എന്നുള്ളതാണ് അവിടെ നിന്നുമുള്ള ദൃക്സാക്ഷികൾ അറിയിക്കുന്നത്. സനോജ്, ആശുപത്രിയിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ?
ഈ അപകടം സംഭവിച്ച് അധികമാവുന്നതേ ഉള്ളൂ. കൂടുതൽ വിവരങ്ങൾ നമുക്ക് എടുക്കേണ്ടതായിട്ടുണ്ട്, ആശുപത്രിയുമായി ബന്ധപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും എത്ര പേരെ ഏതെല്ലാം ആശുപത്രികളിലേക്ക് എത്തിച്ചിട്ടുണ്ട് എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം പോലീസിന്റെയും ഫയർഫോഴ്സിന്റെയും ഒക്കെ ഭാഗത്തുനിന്നും ഉണ്ടാവേണ്ടതുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് നൽകാൻ കഴിയും. എന്തായാലും ഈ പാത ഒരു സ്ഥിരം അപകട കേന്ദ്രമാണ്. അപകട കേന്ദ്രമായതുകൊണ്ട് തന്നെ കുത്തിറക്കവും കൊടും വളവുമാണ്. ആ വളവിലൊക്കെ തന്നെ കർശനമായ സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇറക്കമിറങ്ങി ചെല്ലുന്നത് കൊണ്ട് തന്നെ വാഹനത്തിന്റെ വേഗത കുറയ്ക്കാൻ വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ റോഡിൽ ഒരുക്കിയിട്ടുണ്ട്. അങ്ങനെ സാധാരണ നിലയിൽ തീർത്ഥാടന സമയത്ത് ഈ വാഹനം ഇറങ്ങിപ്പോകുന്നതിന്റെ ഏറ്റവും മുകൾ ഭാഗത്തായി ചെക്ക് പോസ്റ്റ് സ്ഥാപിച്ചുകൊണ്ട് പോലീസിന്റെ മുന്നറിയിപ്പ് നൽകും. വാഹനങ്ങൾ പതുക്കെ പോകണം, ഇവിടെ അപകട സാധ്യത ഉണ്ട് എന്ന് നിർദ്ദേശം നൽകാറുണ്ട്. എന്നാൽ എല്ലാ മലയാള മാസവും 1-ാം തീയതി തീർത്ഥാടകർ വളരെ കുറച്ച് തീർത്ഥാടകർ സാധാരണ തീർത്ഥാടന കാലത്ത് ഇതുപോലെ എത്താറില്ല. അതുകൊണ്ട് തന്നെ വേണ്ട സുരക്ഷാ മുന്നറിയിപ്പ് ബോർഡുകളാണ് ഇവിടെ സ്ഥാപിക്കാറുള്ളത്. അങ്ങനെ പോകുന്ന ഒരു ഇടത്ത് ഈ കൊടും വളവുകളും കുത്തിറക്കങ്ങളും ഉണ്ടാവാറുണ്ട്. പലപ്പോഴും ഇവിടെ നിരവധി അപകടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുന്നറിയിപ്പുകളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. എന്നാൽ ദൂരദേശത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക്, അതായത് അന്യ സംസ്ഥാനങ്ങളിൽ വരുന്ന ഡ്രൈവർമാർക്ക് ഈ റോഡിന്റെ അവസ്ഥ അറിയാതെ വരുന്നത് കൊണ്ട് തന്നെ പലപ്പോഴും അപകടങ്ങൾക്ക് വഴിവെക്കാറുണ്ട്. മുൻപും ഒരു തീർത്ഥാടകരുടെ വാഹനങ്ങൾ ഓരോ തീർത്ഥാടന കാലത്തും അപകടത്തിൽപ്പെട്ട നിരവധി പേർ മരണപ്പെട്ട ഒരു ഇടം കൂടിയാണ് ഈ കണമല അട്ടിവളവ്. അവിടെയാണ് ഇന്നും സമാനമായ രീതിയിൽ ഈ അപകടം സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. അപകടം സംഭവിച്ച ഉടൻ തന്നെ ബഹളം കെട്ട് ഓടിക്കൂടിയ നാട്ടുകാരാണ് ആദ്യം രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകിയത്. പിന്നീട് വാഹനത്തിൽ ഉൾപ്പെട്ടിരുന്ന ആളുകളെ പുറത്തെടുത്തതിനു ശേഷം പോലീസും ഫയർഫോഴ്സും അവിടേക്ക് എത്തുകയും അവരെല്ലാവരും ചേർന്നാണ് ആംബുലൻസുകളിൽ വിവിധ ആശുപത്രികളിലേക്ക് പരിക്കേറ്റവരെ എത്തിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ടായത്. അതിൽ ഒരാളുടെ നിലയാണ് ഇപ്പോൾ ഗുരുതരമായി തുടരുന്നത് എന്നാണ്. എല്ലാവരെയും മാറ്റിയില്ലേ? തീർച്ചയായിട്ടും അപകട സ്ഥലത്ത് പരിക്കേറ്റ മുഴുവൻ ആളുകളെയും വിവിധ ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. ആശുപത്രികളിൽ നിന്നുമുള്ള വിവരങ്ങൾ കൂടി ഇനി ലഭ്യമാക്കേണ്ടതായിട്ടുണ്ട്. എന്തായാലും രാവിലെ ആയിരുന്നു ഈ അപകടം സംഭവിച്ചത്. അപ്പോൾ ഈ തീർത്ഥാടകർ എരുമേലിയിലെ പേട്ടതുള്ളൽ ഉൾപ്പെടെയുള്ള വഴിപാടുകളൊക്കെ തന്നെ നടത്തിയതിനു ശേഷമായിരുന്നു ശബരിമലയ്ക്ക് പുറപ്പെട്ടത്. ആ സമയത്ത് ഈ പല തീർത്ഥാടകരും ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് ഈ അപകടം സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. എന്തായാലും ആളുകളെ എല്ലാവരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്, ആശുപത്രികളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അന്ന, ഇത് സ്ഥിരമായി അപകടമുണ്ടാകുന്ന ഒരു സ്ഥലമാണ് എന്ന് സനോജ് സൂചിപ്പിച്ചു. ഇത് വളവാണോ? പെട്ടെന്ന് അപകടമുണ്ടാകാൻ സാധ്യതയുള്ളൊരു മേഖലയായി മാറുന്നതിൻ്റെ സാഹചര്യം എന്താണ്? ആ റോഡിന്റെ പശ്ചാത്തലം എങ്ങനെ? അന്ന, ഇത് കുത്തിറക്കവും കൊടും വളവുമാണ്. ഈ കുത്തിറക്കം ഇറങ്ങി ചെല്ലുമ്പോൾ പലപ്പോഴും വാഹനങ്ങളുടെ ബ്രേക്ക് നഷ്ടപ്പെട്ട് ഈ വളവിന്റെ സമീപത്ത് നിയന്ത്രണം വിട്ട വാഹനം താഴ്ചയിലേക്ക് പോയാണ് പലപ്പോഴും അപകടം സംഭവിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ തുടർച്ചയായി അപകടം ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ പ്രദേശം അതീവ സുരക്ഷാ മേഖലയായി പ്രഖ്യാപിക്കുകയും പൊതുമരാമത്ത് വകുപ്പ് അതിൻ്റെതായ മുന്നൊരുക്കങ്ങളും ക്രമീകരണങ്ങളും അവിടെ നടത്തുകയും ചെയ്തിട്ടുള്ളത്. ഈ കുത്തിറക്കത്തിൽ പലയിടങ്ങളിലായിട്ട് വാഹനത്തിന്റെ വേഗത നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഹബ്ബുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. അങ്ങനെ സ്ഥാപിക്കപ്പെട്ട ഇടങ്ങളിൽ ഈ വേഗത കുറയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ കൊടും വളവുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ക്രാഷ് ബാരിയറുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വാഹനം അമിത വേഗതയിലെത്തി കുഴിയിലേക്ക് പോവാതിരിക്കാൻ ഒരു പ്രതിരോധ മാർഗം എന്ന നിലയിലാണ് ഈ ക്രാഷ് ബാരിയറുകൾ തുടർച്ചയായി ഈ ഇറക്കത്തിന്റെ, അതായത് വളവുകളും കുത്തിറക്കങ്ങളുമുള്ള പ്രദേശത്ത് സ്ഥാപിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെ ഉള്ള ഈ ക്രാഷ് ബാരിയറിൽ വാഹനം ഇടിച്ചതിന് ശേഷം ഈ താഴ്ചയിലേക്ക് മറിഞ്ഞു എന്നുള്ളതുമാണ് ഇന്നത്തെ അപകടം കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ക്രാഷ് ബാരിയറിൽ വാഹനം ഇടിച്ചു നിന്നതിനാൽ വലിയ കൊക്കയിലേക്ക് വാഹനം പോകുന്നത് ഒഴിവാക്കാൻ കഴിഞ്ഞു. അങ്ങനെ ഈ ക്രാഷ് ബാരിയറിൽ തട്ടി വാഹനം ക്രാഷ് ബാരിയർ തകർത്ത് അവിടെ തന്നെ തലകീഴായി മറിയുകയായിരുന്നു. അങ്ങനെ മറിഞ്ഞതിന് ശേഷമാണ് ഈ വാഹനത്തിൽ ഉണ്ടായിരുന്ന തീർത്ഥാടകർ, 30ഓളം തീർത്ഥാടകരാണ്. കർണാടകയിൽ നിന്നുള്ള വാഹനമാണ്, മിനി ബസ്സാണ്. ആ ബസ്സിലുണ്ടായിരുന്ന തീർത്ഥാടകർക്ക് തലകീഴായി ഈ വാഹനം മറിഞ്ഞപ്പോഴാണ് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെ പരിക്കേറ്റ ആളുകളെയാണ് നാട്ടുകാർ രക്ഷപ്പെടുത്തി സമീപ പ്രദേശത്തെ ആശുപത്രികളിലേക്കും ഒപ്പം തന്നെ കാഞ്ഞിരപ്പള്ളി, കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രികളിലേക്കും എത്തിച്ചിട്ടുള്ളത്. അതിൽ ഒരാളുടെ നിലയാണ് ഗുരുതരമായി തുടരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ബാക്കിയുള്ള ആളുകളുടെ വിവരങ്ങൾ വരും മണിക്കൂറിൽ നമുക്ക് നൽകാൻ കഴിയും. അന്ന.
അതെ സനോജ്, ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ക്രാഷ് ബാരിയറിൽ നിന്ന് ഇടിച്ച് അപ്പുറത്തേക്ക് റോഡിന് പുറത്തേക്ക് മറിഞ്ഞ് കിടക്കുകയാണ് ഈ വാഹനം ഉള്ളത്. വെളുപ്പിനെ ആയിരുന്നു അപകടം സംഭവിച്ചത്. ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ, വണ്ടിയുടെ എന്തെങ്കിലും സാങ്കേതിക തകരാറാണോ, എങ്ങനെയാണ് വണ്ടിയുടെ നിയന്ത്രണം വിട്ടത് എന്നതൊക്കെ അറിയേണ്ടിയിരിക്കുന്നു. നിലവിൽ ഒരാളുടെ നില അതീവ ഗുരുതരമാണ്. അദ്ദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് അദ്ദേഹത്തെ മാറ്റിയിട്ടുണ്ട്. മറ്റാളുകൾ തൊട്ടടുത്തുള്ള ആശുപത്രികളിലേക്ക് വളരെ വേഗം എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം നാട്ടുകാർ സജീവമായി ആ സമയം നടത്തിയിട്ടുണ്ട്. സനോജ് സുരേന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് കോട്ടയത്തു നിന്ന്.